നമസ്കാരം. വിരാടം വിനോദത്തിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ വിനോദാണ്. ഫോർട്ട് കൊച്ചി എക്സ്പ്ലോറേഷൻ്റെ പുതിയ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫോർട്ട് കൊച്ചി മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ടവർ റോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ടവർ റോഡിൻ്റെ ഒരു സൈഡിൽ പാർക്കും ഒരു സൈഡിൽ പഴയ രീതിയിലുള്ള കൊളോണിയൽ രീതിയിലുള്ള കെട്ടിടങ്ങളുമാണ്. ഈ കെട്ടിടങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ഹോട്ടലുകളാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് മുമ്പോട്ട് നടക്കാം. ഈ കാണുന്നതെല്ലാം ഹോട്ടലുകളാണ്. വീടുകളായിട്ട് ഇതിൽ ഉണ്ടോ എന്ന് അറിയില്ല. ഈ ടവർ ഹോട്ടലിൽ നിന്ന് നമ്മൾ മുമ്പോട്ട് വന്നു കയറുന്നത് റിവർ റോഡിലേക്കാണ്. റിവർ റോഡിൽ വലത്ത് സൈഡിൽ വാസ്കോഡ ഗാമ സ്ക്വയറും വാസ്കോഡ ഗാമ സ്ക്വയറിനോട് ചേർന്ന് തന്നെ ഈ കാണുന്ന കെട്ടിടം ബാസ്റ്റിയൻ ബംഗ്ലാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു പുരാവസ്തു മ്യൂസിയമാണ്. 4:30 വരെയാണ് ഇവിടെ എൻട്രി സമയം. നമ്മൾ വന്നപ്പോൾ 4:30 കഴിഞ്ഞതുകൊണ്ട് എൻട്രി നമുക്ക് സാധ്യമായില്ല. പഴയ പുരാവസ്തുക്കളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ സൈഡിൽ കല്യാണ വീഡിയോ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും പുറകോട്ട് നടന്ന് വാസ്കോഡ ഗാമ സ്ക്വയറിലൂടെ അകത്തേക്ക് കിടക്കുമ്പോൾ ഇടത്ത് സൈഡിൽ നമുക്ക് ബാസ്റ്റിയൻ ബംഗ്ലാവിൻ്റെ ബാക്ക് സൈഡും സൈഡും ഒക്കെ കാണാൻ പറ്റും. ഈ വാസ്കോഡ ഗാമ സ്ക്വയർ വളരെ സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ധാരാളം ബാഗകളൊക്കെ പൂത്തു നിൽക്കുന്ന, പച്ചപ്പുള്ള, തിരക്കേറിയ ഷോപ്പിംഗ് അനുഭവങ്ങളൊക്കെ തരുന്ന സ്ട്രീറ്റ് ഫുഡുകളൊക്കെ ധാരാളമുള്ള ഒരു സ്ഥലമാണ് ഈ വാസ്കോഡ ഗാമ സ്ക്വയർ. വാസ്കോഡ ഗാമ സ്ക്വയറിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അലറി അടിക്കുന്ന തിരമാലകളുള്ള അറബിക്കടൽ കാണാം. ദൂരെ പോകുന്ന കപ്പലുകൾ കാണാം. ഈ തിരമാലകൾ എണ്ണി നമ്മൾക്ക് ഇവിടെ എത്ര നേരം വേണമെങ്കിലും നിൽക്കാം. ഈ ബീച്ച് പാത്വേ നീണ്ടു കിടക്കുകയാണ്. നമുക്ക് ആ പാത്വേയിലൂടെ കുറച്ചുകൂടി നടക്കാം. ഈ പോയിന്റ് വാസ്കോഡ ഗാമ പോയിന്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അസ്തമയം കാണാൻ പറ്റും, ചീന വലകൾ കാണാൻ പറ്റും. വളരെ കടലിൻ്റെ കാറ്റേറ്റ് അസ്തമയം ആസ്വദിച്ച് നിൽക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണിത്. ഈ നേരെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ബാസ്റ്റിയൻ ബംഗ്ലാവിൻ്റെ പുറകുവശം നമുക്ക് കാണാൻ പറ്റും. വീണ്ടും ഈ ബീച്ച് വേയിലൂടെ നമ്മൾ മുമ്പോട്ട് നടക്കുകയാണ്. ധാരാളം ആൾക്കാരുണ്ട്. ഈ കാണുന്നത് ഒരു ബോയിലറാണ്. 1956 മുതൽ 20 വർഷക്കാലം ഈ ബോയിലർ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ബോയിലറാണ്. ബോയിലറിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ആഞ്ഞടിക്കുന്ന തിരമാലകൾ നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് അടിക്കുന്നത് കാണാം. അതൊക്കെ ആസ്വദിച്ച് നമുക്ക് മുമ്പോട്ട് പോവാം. കുറച്ച് ദൂരം കൂടി പോവാം. നമുക്ക് കടലിൻ്റെ ഇരമ്പം കേട്ട് ഇങ്ങനെ നടക്കാൻ എന്ത് രസമാണല്ലേ. മുമ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ കടൽ ഭിത്തി കെട്ടിയിരിക്കുന്ന ആ പാത്വയെ നമുക്ക് ദൂരേക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ തിരിച്ച് നടക്കുകയാണ്. തിരിച്ച് നമ്മൾ വീണ്ടും വാസ്കോഡ ഗാമ സ്ക്വയറിലേക്ക് എത്തും. പല പ്രായത്തിലുള്ള പലതരത്തിലുള്ള ആൾക്കാർ ഈ ബീച്ചിലുണ്ട്. ഇത് കല്ലിൽ കൊത്തിയെടുത്ത കുറച്ച് ശില്പങ്ങളാണ്. അതിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോൾ ഒന്ന് നോക്കിയെന്ന് മാത്രം. ഇത് വാസ്കോഡ ഗാമ സ്ക്വയറാണ്. നമ്മൾ തിരിച്ചു വരികയാണ്. വാസ്കോഡ ഗാമ സ്ക്വയർ എന്ത് പച്ചപ്പാണോ നോക്കിയത്. തറയിൽ കല്ല് പാകിയിട്ടുള്ളത് കൊണ്ട് അധികം കാലിൽ മണൽ പറ്റില്ല, ചെളി പിടിക്കില്ല. സുഖകരമായിട്ട് നടക്കാൻ പറ്റുന്നതാണ്. പലതരം കളറിലുള്ള കുടകളും ഒക്കെ വെച്ച് പല തരം കച്ചവടക്കാർ. വാസ്കോഡ ഗാമ സ്ക്വയറിൽ നിന്ന് നമ്മൾ വീണ്ടും റിവർ റോഡിലേക്ക് കയറി. റിവർ റോഡിൽ ഈ കാണുന്നത് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചാണ്. ഈ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൻ്റെ ബാക്ക് സൈഡിലാണ് വാസ്കോഡ ഗാമയുടെ ടോമ്പുള്ളത്. ഈ റോഡിലൂടെ ഇവിടെ മുതൽ ഈ റോഡിൻ്റെ പേര് സെൻറ്റ് ഫ്രാൻസിസ് റോഡ് എന്നാണ് കേട്ടോ. ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. സൈഡിലേക്കും വലത്തേക്കും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ബൊഗൈൻ വില്ലകളും വാഗകളും ഒക്കെ പൂത്ത് നിൽക്കുന്ന ആ ഒരു ആംബിയൻസ് ഭയങ്കര രസമാണ്. കൊച്ചിയുടെ വൈബ് അറിയണമെങ്കിൽ ഈ റോഡിൽ നമ്മൾ
വരണം. പലതരം കച്ചവടങ്ങളുണ്ട്, തുണി മുതൽ എന്തും അങ്ങനെയുള്ള പലതരം കച്ചവടങ്ങളുണ്ട്. ഈ റോഡ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത് പരേഡ് ഗ്രൗണ്ടിലേക്കാണ്. പരേഡ് ഗ്രൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പരേഡ് ഗ്രൗണ്ടിലാണ് ന്യൂ ഇയറിനോടനുബന്ധിച്ച് പാപ്പാജിയെ കത്തിക്കുന്നത്. ഈ പരേഡ് ഗ്രൗണ്ടിൽ കഴിഞ്ഞ വർഷം പാപ്പാജിയെ കത്തിക്കലുണ്ടായില്ല. ഇപ്പോൾ അവിടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്, കുട്ടികൾ ഒക്കെ കളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒന്ന് വലത്തേക്ക് ഇത് കൊച്ചിൻ ക്ലബിൻ്റെ കെട്ടിടമാണ്. ഇതും പഴയകാല ഡച്ചുകാരുടെ കാലത്തുണ്ടാക്കിയ, ഡച്ച് പോർച്ചുഗീസ് കാലത്തുണ്ടാക്കിയ കെട്ടിടമാണ്. തൊട്ടടുത്ത് തന്നെ പാരഗൻ ഹോട്ടലുണ്ട്. പരേഡ് ഗ്രൗണ്ടിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കാം. പരേഡ് ഗ്രൗണ്ടിൽ വൈകുന്നേര സമയങ്ങളിൽ ധാരാളം കുട്ടികൾ, എനിക്ക് തോന്നുന്നു കോഴിക്കോട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ പ്രേമികളുള്ള ഒരു നഗരം കൂടിയാണ് കൊച്ചി എന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നത് കാണാം. ഫുട്ബോൾ മാത്രമല്ല, ഹോക്കിക്കുള്ള സ്ഥലമുണ്ട്. പരേഡ് ഗ്രൗണ്ടിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള റോഡിലൂടെ നമ്മൾ നടന്നാൽ ഡച്ച് സിമിത്തേരി റോഡിലെത്തും. ഇത് ഡച്ചുകാരുടെ ഒരു സിമിത്തേരി ഇവിടെയുണ്ട്. ആ സിമിത്തേരിയൊക്കെ കണ്ട് നമ്മൾക്ക് ഗതകാല സ്മരണകൾ ഉറങ്ങിക്കിടക്കുന്ന ഈ സിമിത്തേരിയൊക്കെ കണ്ട് നമ്മൾക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. കാഴ്ചകൾ തീരുന്നില്ല. ഫോർട്ട് കൊച്ചി എക്സ്പ്ലോറേഷൻ വീണ്ടും തുടരും. ഈ സിമിത്തേരി കഴിഞ്ഞാൽ ഒരു വലിയ കെട്ടിടവും കൂടെ നമുക്ക് കാണിച്ചു തരാനുണ്ട്. അതിന് താക്കൂർ ഹൗസ് എന്നാണ് അതിൻ്റെ പേര്. താക്കൂർ ഹൗസ് ഡച്ചുകാരുടെ കാലത്തുണ്ടാക്കിയതാണ്. പക്ഷേ ഇന്നത് കയ്യിലിരിക്കുന്ന റാം ബഹാദൂർ താക്കൂർ ആൻഡ് കമ്പനി എന്ന് പറയുന്ന തേയില കച്ചവടക്കാരുടെ കയ്യിലാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.